ഇന്നത്തെ മത്സരത്തിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് ഫ്ലേക്സ് ഉപയോഗിച്ച് ഒരു പായസമാണ്. റൈസ് ഫ്ലേക്സും ബനാനയും ഉപയോഗിച്ച് തേങ്ങാപ്പാലൊഴിച്ചുള്ള ഒരു പായസം, ഒരു സ്പെഷ്യൽ പായസം. വളരെ സ്വാദുള്ള, ഓണത്തിൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പായസം. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം. പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ശർക്കര കുറച്ച് വെള്ളത്തിൽ എടുത്ത് വെക്കാം. ഇതിൽ പായസത്തിലേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയാണ്. ഇത് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം. ഏകദേശം 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് അത് സിറപ്പാക്കിയ ശേഷം ആവശ്യത്തിന് എടുത്താൽ മതി. നമുക്കിവിടെ വേവിച്ചിട്ടുള്ള പഴം ഒന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ വേവിച്ച പഴം നമുക്ക് നല്ലപോലെ നുടച്ചെടുക്കാം. ശർക്കരയുടെ ഈ പാത്രം നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിക്കാം. ഇത് നല്ലപോലെ ശർക്കരയും നെയ്യും എല്ലാം പഴത്തിനൊപ്പം നല്ലപോലെ ഒന്ന് യോജിച്ച് വരട്ടെ. ഇനി നമുക്കിത് തീയൊന്ന് കുറച്ചിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള 2ാം പാൽ ഒഴിക്കാം. ഒരു സ്പൂൺ അവിലെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ അവസാന ഘട്ട പണിപ്പുരയിലാണ്. ഓ, ഞാൻ എന്താ ചെയ്യണേ? നമ്മൾ പണ്ടത്തെ ഒരു സാധാരണ വീടുകളിൽ ഈവനിങ്ങിൽ പഴവും അവിലും കൂടി ഒരു കഴിക്കലുണ്ടായിരുന്നു. ആ ഒരു തീം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് പഴം അതിന് വല്ലാതെ നമ്മൾ സാധാരണ പഴപ്രഥമ എന്ന് പറയുമ്പോൾ നല്ലപോലെ നല്ല പേസ്റ്റ് പോലെ ആക്കി വരട്ടിയെടുക്കല്ലേ. അതിന് പകരം ഞാൻ പഴം വേവിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തുള്ളൂ. എന്നിട്ട് നെയ്യിലും ശർക്കരയിലും ഒന്ന് വിളയിച്ചെടുത്തു. എന്നിട്ട് അതേപോലെ തന്നെ അവിലൊന്ന് വിളയിക്കുമ്പോൾ കുറച്ച് അവിലും പഞ്ചസാരയും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതും കുറച്ച് തേങ്ങാപ്പാലും ഒന്ന് പൊടിയായിട്ട് ഒന്ന് തിരുമ്പിയിട്ട് നമ്മൾ തേങ്ങയെല്ലാം കൂടിയുള്ള ആ ഒരു കോമ്പിനേഷനും കൂടി ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ടാണ് ആ പായസം ഉണ്ടാക്കിയിട്ടില്ല. തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവന്നു. ഓക്കെ, അത് അതിൻ്റെ അവസാന ഘട്ടമായി. ഓക്കെ, ഞങ്ങൾ ഇനി ഒരു 15 മിനിറ്റിന് അകത്ത് ടേസ്റ്റിംഗ് റൗണ്ട് തുടങ്ങും. നല്ലൊരു റൗണ്ട് ഇഷ്ടമായി അല്ലേ? പക്ഷെ ഒരു സിമ്പിളാണ്. വേണമെങ്കിൽ ഒരു സീക്രട്ട് എന്തെങ്കിലും സാധനം തന്നിരുന്നെങ്കിൽ അതും കൂടി നമുക്ക് എങ്ങനെ പ്രയോഗിക്കുന്നത് അങ്ങനെയും കൂടി കുറച്ചും കൂടി രസമായിരുന്നു. ഇതിനെക്കാട്ടി ടഫ് ആക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, അപ്പോൾ കുറച്ചും കൂടി രസം, നമുക്ക് ചിന്തിക്കാൻ കുറച്ചും കൂടി സമയക്കുറവുണ്ട് ചിന്തിക്കാൻ. 1 മണിക്കൂർ. ഓക്കെ, എനിവേ, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ഈ പഴം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വെറൈറ്റി പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആ മാറ്റുന്ന സമയത്ത് നമുക്ക് നട്ട്സും കിസ്മിസും ഒന്ന് അലങ്കരിച്ച് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് അവില് ഒന്ന് കാരമലൈസ് ചെയ്തത് ഒരു ബൈറ്റിന് വേണ്ടിയിട്ട് ഒന്ന് നമുക്കത് ചേർക്കും കൂടി ചെയ്യാം. ഇനി ഞാനിതിലേക്ക് സെർവ് ചെയ്യട്ടെ.